ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് VAൻ്റെ ഒരു പുതിയ API ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിങ്സിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ സാധാരണ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ VAൻ്റെ സിം 1-ലാണോ 2-ലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ VAൻ്റെ സിം 1-ലാണ്. അപ്പോൾ ഞാൻ 1 ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങളത് അപ്പോൾ 2-ലായിരിക്കും. അപ്പോൾ നിങ്ങൾ 2 സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ 1 സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ആക്സസ് പോയിൻറ്റ് നെയിംസ് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ VAൻ്റെ ഒരു ഡിഫോൾട്ടായിട്ട് വരുന്നൊരു API ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. നമ്മളൊരു പുതിയ API ഉണ്ടാക്കിയ ശേഷം അതിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ പുതിയ API ഉണ്ടാക്കാനായിട്ട് ചിലരുടെ ഫോണിൽ മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂ API എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനി എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് ന്യൂ API എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നെയിമാണ്. അപ്പോൾ നെയിം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ VA എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയിം എന്ത് വേണമെങ്കിൽ കൊടുക്കാം. കാരണം നെയിമിൽ നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും സ്പീഡിൽ മാറ്റമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ VA എന്ന് മാത്രമാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴെയുള്ള ഈ API എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മെയിൻ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സ്പീഡ് നമുക്കിതിൽ കിട്ടണം എന്നില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഈ ഒരു API ടൈപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ API എന്ന് പറയുന്നത് VA എന്ന് ആദ്യം ടൈപ്പ് ചെയ്യുക. VA എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പേസ് ഇല്ലാതെ 4G എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇൻ്റർനെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ 4G എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് കൊടുക്കുക. അതിനുശേഷം ഇൻ്റർനെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇൻ്റർനെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സ്പീഡ് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ VA നെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഫുള്ള് സ്മോൾ ലെറ്റർ ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സ്പേസ് ഉണ്ടാവരുത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് ഉണ്ടാവും. പാസ്വേഡ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ VA 2024 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ പാസ്വേഡ് നമ്മൾ സ്പേസ് ഇല്ലാതെ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ കൊടുത്ത ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർവർ ഉണ്ടാവും. സെർവർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ www.google.com ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഗൂഗിളിൻ്റെ സെർവറായിട്ട് കൂടുതലായിട്ട് സ്പീഡ് കിട്ടുന്ന വേറെ ഏതെങ്കിലും സെർവർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെർവർ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി സ്പീഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഗൂഗിളിൻ്റെ സെർവർ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൊടുത്ത ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുകളിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ PAP ഓർ CHAP എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ APM പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ IP4 ആൻഡ് IP6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷനാണ്. അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ APM റോമിംഗ് പ്രോട്ടോക്കോളും IP4ഉം IP6 എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാരിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം ബാരിയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിലേക്കും ടിക്ക് മാർക്ക് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ മസ്റ്റായിട്ട് അൺടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ LTE ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ GPRS എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതും ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ടും കൊടുത്ത ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. ഇനി ഇങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ചിലൊരു ഫോണിലാണെങ്കിൽ മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് എന്നുണ്ടാവും. ഇനി എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നുണ്ട്. അപ്പോൾ ഞാൻ സേവ് കൊടുക്കുകയാണ്.
സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള VI4G ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള API ഇവിടെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആയിക്കോളും. അല്ലെങ്കിൽ ചിലൊരു ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സേവ് കൊടുത്താൽ എനേബിൾ ആയിക്കോളും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചിലർ കമൻറ്റിൽ പറയാറുണ്ട് ഈ ഒരു API വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു API വർക്ക് ചെയ്യുന്നില്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തിനും നിങ്ങളെ ഫോണിനും ഓരോ API ആയിരിക്കും വർക്ക് ചെയ്യുക. അതായത് ഒരാളെ ഫോണിൽ വർക്ക് ചെയ്യുന്ന API ആയിരിക്കില്ല വേറൊരു ഫോണിൽ വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഈ ഒരു API വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു API ട്രൈ ചെയ്യുക. അങ്ങനെ 2-3 വട്ടം ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ഫോണിന് പറ്റിയ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തിന് പറ്റിയ ഒരു API നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഗെയിം API വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയ ശേഷം അവിടെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഗെയിം API പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.